പിന്നീട് ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ പ്രൊപ്പോസലുമായി വരുന്നതിന് മുൻപേ ഒരുപാട് നല്ല നല്ല ആലോചനകൾ വന്നിരുന്നു. അതിനൊന്നും തല വെച്ചു കൊടുക്കാൻ വൈജ ഒട്ടും സമ്മതിച്ചതേയില്ല. അവൾക്ക് കല്യാണം തന്നെ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അരിശം മൂത്ത് നിൽക്കട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളെ പെങ്ങൾക്ക് കല്യാണം വേണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്ന് പറയണമായിരുന്നു, അല്ലാതെ നിങ്ങളെ പെങ്ങളെ പിടിച്ച് ഞാൻ കുതിരപ്പുറത്ത് കയറ്റിയിട്ടല്ലല്ലോ കൊണ്ടുപോയത്. ആണോ? പെണ്ണു കണ്ടു, ജാതകം നോക്കി, മുഹൂർത്തം നോക്കി, നിശ്ചയം നടത്തി, കല്യാണം നടത്തി. അങ്ങനെ തന്നെയല്ലേ ഞങ്ങളുടെ കല്യാണം നടന്നത്? എന്നിട്ട് എന്നെ തന്നെ വെള്ള പൂശാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കട്ടോ ഗംഗാധരന്റെ അടുത്ത്. നിങ്ങൾ ഈ ചെയ്ത ചെറ്റത്തരം അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഗംഗാധരനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കാൻ കേട്ടോ. ബാലചന്ദ്രൻ മൈൻഡ് യുവർ വേർഡ്സ് എന്നങ്ങ് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ഉണ്ടാവുകയാണേ. അപ്പോഴേക്കും മാലതി പറയും, ഗംഗേട്ടാ ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോഴേക്കും ഗംഗാധരൻ അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് സാവധാനത്തെ നമ്മുടെ മാലതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗംഗേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അവളുടെ ജീവിതം അങ്ങനെ ആയി പോയതുകൊണ്ട് അവൾ മറ്റാരുടെയും ഭാര്യയായി ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ മലിനപ്പെട്ടവൾ എന്ന ഒരു കനൽ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും മാലതി പറയുന്നുണ്ട്, നിൽക്കൂ ഞാനൊന്ന് പറഞ്ഞോട്ടെ. വൈജയുടെ എല്ലാ കഥകളും എനിക്കറിയാം. അവൾ ഈ ആഗ്രയിൽ വന്നതിന് ശേഷമുള്ളതും തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ ഉള്ളതും എല്ലാ കഥകളും എനിക്കറിയാം. ബാലചന്ദ്രൻ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയവളാണ്. അതുകൊണ്ട് ഇവരെ ആരും വെള്ളപൂശേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഒന്ന് കൂളായി ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മാലതി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താ അതിന് തിരിച്ചൊരു മറുപടി തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളൊരു കഥ പറഞ്ഞു, അത് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അത് മൂന്നാമതൊരാൾക്ക് ഞാനേ ഇവിടെ ചതിക്കപ്പെട്ട ഭർത്താവാ, എനിക്ക് നീതി കിട്ടണം എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ മാലതി പറയുന്നുണ്ട്, എന്റെ ബാലചന്ദ്ര 10-23 വർഷങ്ങൾക്ക് മുൻപേ നിങ്ങളെ പോലും ബാധിച്ചിട്ടില്ല ആ ഒരു പ്രശ്നം, അതൊക്കെ ചത്ത് ജീർണിച്ചു പോയില്ലേ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയും, അതൊരിക്കലും ജീർണിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ അനിയത്തി പിഴച്ച് പ്രസവിച്ചവൾ, അവളുടെ കുഞ്ഞെന്തേ എന്ന് ചോദിക്കണേ. ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയി ബാലചന്ദ്ര എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ രാവുണ്ണി അമ്മാവൻ വൈജയന്തിയെ തെറ്റിദ്ധരിപ്പിച്ച കഥ, അത് എന്നോട് പറയണ്ട. കുഞ്ഞിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട്, ആ കുഞ്ഞൊരു അനാഥാലയത്തെ വളർന്നിരുന്നു. ആ കുട്ടി 2 വർഷത്തോടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എന്തോ ഒരു അസുഖം പിടിപെട്ട് ആ കുട്ടി മരിച്ചുപോയി എന്ന് പറയാണ്. ഇത് ആര് പറഞ്ഞു എന്ന് ബാലചന്ദ്ര ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട്, അത് ഗംഗേട്ടനോട് രാവുണ്ണി അമ്മാവൻ പറഞ്ഞതാ. അത് കേട്ട് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു അല്ലേ എന്നങ്ങ് പറയും. വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇനിയിപ്പോ ചോദിക്കാന്ന് വെച്ചാൽ രാവുണ്ണി മാമൻ ഇപ്പൊ ഇല്ലല്ലോ എന്ന് പറയണേ. പക്ഷേ കുഞ്ഞിരാമമേനോനെ അറിയായിരുന്നു എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട്, ചിലപ്പോ അറിയായിരിക്കും, പക്ഷെ അച്ഛനും ഇപ്പൊ ഇല്ലല്ലോ എന്ന്. അയ്യോടാ, കാര്യങ്ങളൊക്കെ അറിയുന്ന 2 പേരും മരിച്ചുപോയി, പക്ഷെ സത്യം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മാലതിക്ക് വല്ലാതെ കൊള്ളുന്നുണ്ട് കേട്ടോ.